സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ കൂട്ടുകാരെ? നമ്മള് ഇന്ന് കറണ്ട് അഫയേഴ്സ് ഒരു പ്രത്യേക കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2025 മുഴുവൻ മാസത്തെ കറണ്ട് അഫയേഴ്സും 26 ഇനി വരാൻ പോകുന്ന മാസം ഉൾപ്പെടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തത് 3 ക്ലാസ്സുകളാണ്. അതെല്ലാം ഒരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം, കൂട്ടുകാർ അത് കാണുക. 4ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അവിടെ കാണാം, താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നോക്കൂ, വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് VBG റാംജി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ ബില്ല്. 2025 ഡിസംബർ മാസം എന്ന് വെച്ചാൽ ശീതകാല സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ആകമാനം ഏറെ ചർച്ച ചെയ്ത ഒരു ഇഷ്യൂ ആയിരുന്നു ഇന്ത്യൻ പാർലമെന്റിലെ 2005 എന്ന് പറയുന്ന ഒരു കാലഘട്ടം. നോക്കണേ, 2005 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി വന്ന വർഷമായിരുന്നു 2005. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് അല്ലെ, പാവപ്പെട്ട ഗ്രാമീണ മേഖലയിലെ പ്രത്യേകിച്ച് അവിടുത്തെ ഓരോ വീട്ടിലെ ആളുകൾക്കും ഒരു തൊഴിൽ നൽകുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി. നമുക്കതിന്റെ ചരിത്രം മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 20 വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ത്യൻ പാർലമെന്റ് തൊഴിലുറപ്പ് എന്ന് പറയുന്ന ആ ഒരു നിയമത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ ബില്ല് ഇന്ത്യയുടെ ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രപതി അത് പാസാക്കി. അതാണ് VBG റാംജി എന്ന് പറയുന്ന ഏറ്റവും പുതിയൊരു പദ്ധതിയായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ എല്ലാവരും പഠിച്ചേ. ആദ്യം തന്നെ VBG റാംജി അതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് എന്താണെന്ന് പഠിക്കണം. ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ പറയാം പിള്ളേരെ, വികസിത് ഭാരത് അറിയാത്തവർ ഇപ്പം പഠിക്കാം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. വികസിത ഭാരത് അല്ലെ, ജി ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ, കണ്ടോ, റോസ്ഗാർ ആൻഡ് അജീവിക എം ഫോർ മിഷൻ. നോക്കൂ, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബ്രാക്കറ്റിൽ ഗ്രാമീൺ. VBG റാംജി റാവു സ്പീക്കിംഗ് എന്നൊക്കെ കേട്ട നമുക്ക് VBG റാംജി അങ്ങ് കേട്ട് റെഡി ആയിക്കോളും. പറഞ്ഞു നോക്കിക്കേ, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്തട്ടോ. 2005 നമ്മളിപ്പോ പറഞ്ഞ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് പൂർണ്ണമായിട്ടും നിലവിൽ റദ്ദാക്കി. അതിന് പകരമായിട്ടാണ് ഈ പുതിയ നിയമം വന്നത്. നോക്കൂ, ഇവിടെ എന്തൊക്കെയാണ് ഈ നിയമത്തിന്റെ ഏറ്റവും കാതലായ മാറ്റങ്ങൾ. നമുക്കറിയാം, നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ടാവും, തൊഴിലുറപ്പിൽ 100 ദിവസം ജോലിയുണ്ട്, 100 ദിവസം ജോലിയുണ്ട് കേട്ടില്ലേ. അപ്പൊ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അമ്മമാരൊക്കെ പോകുന്ന തൊഴിലുറപ്പില്ലേ, അവിടെ 100 ദിവസമായിരുന്നു. ഒരു വർഷത്തില് അവർക്ക് തൊഴിൽ ദിനങ്ങൾ നിർബന്ധമായിട്ടും 100 തൊഴിൽ ദിനങ്ങൾ കിട്ടും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അത് തന്നെയാണ്, ഹൈലൈറ്റ് ഞാൻ ഇതവിടെ കൊടുത്തിട്ടുണ്ട്, 125 ദിവസമാക്കിയിട്ട് ഈ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഒരു മാർക്കാണേ, നന്നായിട്ട് പഠിക്കണേ ഓരോ പോയിന്റുകളും. ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ആക്കി ഉയർത്തി. പ്രത്യേകിച്ച് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അടുത്ത യെല്ലോ കളറിൽ ഞാൻ കൊടുത്തു, കൃഷി സീസണിലെ നിയന്ത്രണമാണ്. മുമ്പത്തെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട ചില സീസണുകളിൽ ചില മാറ്റങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഞാനത് വായിക്കാം, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. ഇപ്പോ വിത്ത് വിതയ്ക്കൽ ഒരു സമയം, അല്ലെങ്കിൽ കൊയ്ത്തിന്റെ സമയം തുടങ്ങിയ തിരക്കുള്ള കാർഷിക സീസണുകളിൽ കാർഷിക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കാൻ വർഷത്തിൽ പരമാവധി 60 ദിവസത്തെ, പരമാവധിയാണ് 60 ദിവസം, ഒരു 30, 40, 50, 60 ഒക്കെ ദിവസങ്ങള് നോ വർക്ക് പീരീഡ്, ജോലി ഇല്ലാത്ത കാലയളവ് ഈ ഒരു ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ഉപകാരമുള്ളൊരു തീരുമാനമാണ്. നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഓരോരോ സീസണിൽ മാത്രം ജോലി, അതായത് ഇപ്പൊ പ്രത്യേകിച്ച് നെൽപ്പാടങ്ങളിൽ കൃഷി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടില്ല, ഇന്നൊരു സമയത്ത് അവർക്കത് നിർബന്ധമായിട്ടും ആ ജോലി ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 365 ദിവസത്തിൽ നമ്മുടെ ഈ ഒരു പീരീഡ് തന്നെ നമ്മുടെ ഈ ഒരു തൊഴിലുറപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലാണ് തൊഴിലുറപ്പിന്റെ ജോലിയെങ്കിൽ അത് ബാധിക്കുമല്ലോ. അതുകൊണ്ട് നല്ലൊരു തീരുമാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ പഠിച്ചു, 100 തൊഴിൽ ദിനങ്ങൾ എന്താക്കുന്നു, 125 തൊഴിൽ ദിനങ്ങളാക്കി മാറ്റുന്നു. അതുപോലെ കൃഷി സീസണിലെ പ്രത്യേക ചില നിയന്ത്രണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള മാറ്റങ്ങൾ അതൊക്കെ ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നതാണ്. ഇന്ന് കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല.
അപ്പൊ കൃഷി സീസണിലെ നിയന്ത്രണം അങ്ങനെ പഠിച്ചു വെക്കുക. തൊഴിൽ ദിനങ്ങൾ 125 ദിവസമാക്കി അങ്ങനെ പഠിച്ചു വെക്കുക. അതായത് ഏകദേശം പരമാവധി ഒരു 60 ദിവസമൊക്കെ നോ വർക്ക് പീരീഡ് എന്ന രൂപത്തിലേക്ക് ഇതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കാർഷിക സീസണുകളിൽ കാർഷിക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം തൊഴിലുറപ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ നോ വർക്ക് പീരീഡ് കൂടി ഇതിനകത്ത് വരുന്നു. നോക്കൂ, ഇവിടെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ PDF കൊടുത്തിട്ടുണ്ടാവും. ഇതൊരു വളരെ കുഞ്ഞു ക്ലാസ് ആണ്. ഇത്തിരി നേരം കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പഠിക്കാം. പക്ഷെ അധികം വായിക്കാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി PDF ഈ കാണുന്ന സ്ക്രീനിലുള്ള കാര്യങ്ങൾ നോക്കൂ. നമ്മൾ ഇത് കൂടാതെ കുറച്ചധികം കാര്യങ്ങൾ പ്രധാനപ്പെട്ട PDF-നകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് PDF കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് കമന്റിൽ ടെലഗ്രാം ചാനലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. അവിടെ PDF കിട്ടും. ഇത് മാത്രമല്ല 150 PDF. നിങ്ങൾ ഏതൊരു പെയ്ഡ് കോഴ്സ് ചേർന്ന് പഠിക്കുന്നത് പോലെ തന്നെ പെയ്ഡ് കോഴ്സ് അല്ല എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് കുറയ്ക്കരുത്. മാക്സിമം എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ക്ലാസ്സുകൾക്ക് വ്യൂസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് ബാച്ചിൽ എങ്ങനെയൊക്കെയാണോ സാർമാർ ക്ലാസ് തരുന്നത് അതുപോലെ ക്ലാസ് കിട്ടുന്നുണ്ട്. ആണോ? നിങ്ങളുടെ അഭിപ്രായം പറ. അപ്പൊ ഇവിടെ ഒരു തൊഴിലുറപ്പ് നിയമത്തിന്റെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞത് ഈ തൊഴിലുറപ്പ് നിയമത്തെ കുറിച്ചല്ല, ക്ലാസിനെ കുറിച്ചാണ്. തൊഴിലുറപ്പ് നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മാറ്റം പദ്ധതി വിഹിതമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ? മൂന്നാമത്തെ ഒരു കാര്യം പദ്ധതി വിഹിതമാണ്. മക്കളെ, ഇത്രയും കാലം ഇതൊരു കേന്ദ്ര പദ്ധതി എന്ന രീതിയിലാണ് നമ്മൾ സംസാരിച്ചല്ലേ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്നൊരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട്, കാരണം 100% കേന്ദ്രമായിരുന്നു തൊഴിലുറപ്പിന് ഫണ്ട് നൽകിയിരുന്നത്. ചെറിയ രൂപത്തില് മറ്റ് സാമഗ്രികൾ വാങ്ങാനും അങ്ങനത്തെ പല കാര്യങ്ങൾക്കൊക്കെ സംസ്ഥാനം ഫണ്ട് ചെലവാക്കിയിരുന്നു. എന്നാൽ ആ കൊടുക്കുന്ന പൈസ 100% കേന്ദ്രത്തിന്റെ ആയിരുന്നു. ഇവിടെ നോക്കൂ, മാറ്റം വരികയാണ്. 60% ഇനി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉണ്ടാവുക. ബാക്കി 40% അതത് സംസ്ഥാനങ്ങളും നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും എടുത്തോളാം. എന്ന് വെച്ചാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ നമുക്ക് ഒഴിവാക്കാം, ഇത് കേന്ദ്രത്തിന്റെ ആണല്ലോ. നിയമസഭകൾ സ്വന്തമായിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരും പുതുച്ചേരിയും അങ്ങനെയുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ടെണ്ണമാണ് നമുക്ക് പ്രധാനമായിട്ടും, കശ്മീരും പുതുച്ചേരിയുമാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. കേന്ദ്ര സർക്കാർ 60%, ഇന്ത്യയിലെ മറ്റ് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും 40%ആണ് അതിന്റെ ഒരു പദ്ധതി വിഹിതം. പുതുച്ചേരിക്ക് 40%ആണെന്ന് എടുത്തു ഞാൻ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 90%, എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഹിമാലയൻ സംസ്ഥാനങ്ങളും ഉണ്ട്. ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ജമ്മു കാശ്മീർ, അതൊരു കേന്ദ്ര പ്രദേശമാണ്, എന്നാലും അതൊരു ഹിമാലയൻ മേഖലയാണല്ലോ. അപ്പൊ ഹിമാലയൻ മേഖലയിലും വടക്ക് കിഴക്കൻ സ്റ്റേറ്റിലും ഉള്ള സംസ്ഥാനങ്ങൾക്ക് ഈ 40-60 അല്ല. ഉത്തരാഖണ്ഡ് എടുക്കാം നമുക്ക് ഉദാഹരണത്തിന്, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് എടുക്കാം. അവിടെ ഈ പറയുന്ന 60% കേന്ദ്രവും 40% അരുണാചൽ പ്രദേശവും അല്ല. മനസ്സിലായോ? അവിടെ 90-10 മനസ്സിലാക്കി പഠിക്കുക. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റും എടുക്കുമ്പോൾ അവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഹിമാലയൻ സ്റ്റേറ്റും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും 60-40 കണക്കാണല്ലോ. ഇപ്പൊ പുതുച്ചേരി ഹിമാലയൻ സ്റ്റേറ്റ് അല്ലല്ലോ, അതൊരു കേന്ദ്ര പ്രദേശമാണ്, അവിടെ നിയമസഭയുണ്ട്, അത് ഹിമാലയം അല്ല, അതുകൊണ്ട് അവിടെ 40. എന്നാൽ ജമ്മു കാശ്മീർ ഹിമാലയൻ സംസ്ഥാനമായതുകൊണ്ട് അവിടെ 10% മതി. ഇത് രണ്ടും ഞാൻ യെല്ലോ കളറിൽ കൊടുത്തതിന്റെ പൊരുൾ മനസ്സിലായോ? ക്ലിയർ ആയി. അപ്പൊ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക്, ഈ പറയുന്ന വടക്കേക്കൻ സംസ്ഥാനങ്ങൾക്ക് 90-10 അതിന്റെ ഒരു കണക്ക്. പിന്നെ നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇപ്പൊ ലക്ഷദ്വീപ് ആയിക്കോട്ടെ, ആൻഡമാൻ നിക്കോബാർ, അവിടെയൊക്കെ 100% കേന്ദ്ര സർക്കാരാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫണ്ട് ഷെയറിംഗ് പാറ്റേൺ ആണ്. സെൻട്രൽ സ്റ്റേറ്റ് 60-40, നമ്മുടെ ഹിമാലയൻ സ്റ്റേറ്റ് കേട്ടോ, ഈ നോർത്ത് ഈസ്റ്റ് ഹിമാലയൻ സ്റ്റേറ്റുകൾക്ക് 90%, 10%. അതുപോലെ തന്നെ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പുതുച്ചേരിയിൽ എന്താണ് 100-60-40 കറക്റ്റ്. ഇനി നമുക്ക് ആ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ അത് കറക്റ്റ് നോക്കിയിട്ട് പഠിച്ചോളുക. ഇതിന്റെ PDF കാണുമല്ലോ, അത് നോക്കുക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ പോയിന്റ് നോക്കൂ, വേതനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പൊ 125 തൊഴിൽ ദിനങ്ങൾ കൂട്ടി നമ്മൾ പറഞ്ഞു. കാലാവസ്ഥക്കനുസരിച്ച്, ഈ പറയുന്ന കാർഷിക കാലാവസ്ഥകൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫണ്ടിങ് എങ്ങനെയാണെന്ന് പഠിച്ചു നമ്മൾ. ഇനി ഈ ഒരു തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജോലി പൂർത്തിയാക്കി കഴിഞ്ഞു. നോക്കൂ, 15 ദിവസത്തിനുള്ളിൽ ഇവരുടെ വേതനം നൽകണം. ഇവർ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കരുത്. ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാർക്ക് കറക്റ്റ് കിട്ടാറില്ല ശമ്പളം, അതുപോലെ തന്നെ ഇവരെയും പരിഗണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇവർക്ക് 15 ദിവസത്തിനുള്ളിൽ ശമ്പളം വേതനം കിട്ടുന്നില്ല എങ്കിൽ തൊഴിൽ രഹിത വേതനത്തിന് ഇവർ അർഹതയുണ്ട് എന്ന് കൂടി ഈ ഒരു ബില്ലിൽ പറയുന്നുണ്ട്. നല്ലൊരു കാര്യമല്ലേ? ഇപ്പൊ 15 ദിവസം.
ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ്. നമ്മൾ 100 ദിവസങ്ങൾ 125 ആക്കി എന്ന് പറയുന്ന പോലെ തന്നെ പഠിക്കുക. നമ്മുടെ ഈ പുതിയ VBG റാംജി എന്ന് പറയുന്ന ബില്ലിൽ 4 മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ഒന്ന്, ജലസുരക്ഷ, ബൈഹാർട്ട് പഠിക്കുക കേട്ടോ. ഒന്ന് ജലം, മറ്റൊന്ന് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, മറ്റൊന്ന് ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ, മറ്റൊന്ന് ദുരന്ത പ്രതിരോധം. ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ഉപജീവന അടിസ്ഥാന സൗകര്യം, ദുരന്ത പ്രതിരോധം. 3 മനസ്സിലാക്കി പഠിക്കുക. ജലസുരക്ഷ, ദുരന്തം, ഗ്രാമീണാടിസ്ഥാനം, ഉപജീവനാടിസ്ഥാനം. നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല അവിടുത്തെ ഒരു അവസ്ഥ ആലോചിച്ചാൽ മതി. ജലം ഒരു ദുരന്തമായിരുന്നു, പിന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരു ടൗൺഷിപ്പ് വരുന്നു, അവർക്കൊരു ജോലിയും കാര്യങ്ങളും, ഉപജീവനം എന്നൊക്കെ വേണേൽ ആലോചിക്കുക. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ 4 മേഖലകൾ കിട്ടും. ജലസുരക്ഷ, ദുരന്ത പ്രതിരോധം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ മേഖലകളിലാണ് ഇനി ഇവർക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് മുൻഗണന. ഈ 4 മേഖലകളിലായിരിക്കണം പ്രധാനമായിട്ടും മൂന്നിക്കൊണ്ടാണ് ഇവർക്കുള്ള ജോലിയും കാര്യങ്ങളും ഉണ്ടാകും. ഒന്ന് ദുരന്ത പ്രതിരോധം, ഒന്ന് ജലസുരക്ഷ, ഒന്ന് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഒന്ന് ഉപജീവന അടിസ്ഥാന സൗകര്യങ്ങൾ. ഈ പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഈ ഒരു ബില്ല് നമ്മുടെ ഇന്ത്യയിലെ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആദ്യമായിട്ട് 2025 ഡിസംബർ 16-ാം തീയതിയാണ്. ഡേറ്റ് പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 16, 2025 ഡിസംബർ 16 അവതരിപ്പിച്ചത് നമ്മുടെ കേന്ദ്ര കൃഷി ഗ്രാമ വികസന മന്ത്രിയായിട്ടുള്ള സാറിന്റെ ഫോട്ടോ ഒക്കെ കാണാൻ നിങ്ങൾക്ക് ശിവരാജ് സിംഗ് ചൗഹാനാണ്. നോക്കൂ, ശിവരാജ് സിംഗ് ചൗഹാൻ മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോഴത്തെ കേന്ദ്ര കൃഷി മന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനാണ് 2025 ഡിസംബർ 16-ാം തീയതി VBG റാംജി ബിൽ ലോകസഭയിൽ വെക്കുന്നത്. 16 ഡിസംബർ, 2 ദിവസങ്ങൾക്ക് ശേഷം. ചർച്ചയും വലിയ പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അപ്പൊ ഡിസംബർ 18-ാം തീയതി ലോകസഭ ഇത് പാസ്സാക്കുന്നു. ഡിസംബർ 18-ാം തീയതി അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചയായിരുന്നു രാജ്യസഭയില്. ഇപ്പൊ പല PDF-ലും അല്ലെങ്കിൽ നിങ്ങൾ പല ഗൂഗിളിൽ നോക്കുമ്പോൾ ഡിസംബർ 18 കാണാൻ പറ്റും എന്ത് രാജ്യസഭ പാസ്സാക്കിയത്. ഈ ഡിസംബർ 18-ാം തീയതി ലോകസഭ പാസ്സാക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അതേ ദിവസം തന്നെ രാജ്യസഭയിൽ ചർച്ച നടക്കുന്നു. പക്ഷെ അർദ്ധരാത്രിയോടുകൂടി ആ ചർച്ചയ്ക്ക് വോട്ടർ വെച്ചുകൊണ്ട് ഡിസംബർ 19-ാം തീയതി രാത്രിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ പാസ്സാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡിസംബർ 19 രാജ്യസഭ എന്ന് പറയുന്നത് കേട്ടോ. അർദ്ധരാത്രിയായിരുന്നു അതിന്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നത്. 12 മണിക്ക് ശേഷമായതുകൊണ്ട് നമുക്ക് ഡിസംബർ 19 എന്ന് പറയാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകസഭ ഡിസംബർ 18 പാസ്സാക്കുന്നു. അവതരിപ്പിച്ചത് 16-നാണ്. രാജ്യസഭ പിറ്റേന്ന് വേണമെങ്കിൽ പറയാം 19. ഇനി 19 ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ 18 എഴുതിക്കോട്ടോ. രാജ്യസഭ ചിലപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാം, PSC അല്ലേ ആള്. അതിനുശേഷം ഡിസംബർ 21-ാം തീയതി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ ഈ പുതിയ നിയമത്തിൽ പഠിക്കണം. ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യം വരാം. ബയോമെട്രിക് ഹാജർ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് മക്കളെ? 20 കൊല്ലം മുമ്പുള്ള സംവിധാനം അല്ലല്ലോ ഇന്ന് രാജ്യത്തുള്ളത് അല്ലേ? ഒരു ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പഞ്ച് ചെയ്യാറില്ലേ? അപ്പൊ അത്തരത്തിൽ ഇവർക്ക് കുറച്ചുകൂടിയും ഡിജിറ്റൽ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരികയാണ്. ബയോമെട്രിക് സംവിധാനം, ജിയോ ടാഗിങ് അല്ലേ? കൃത്യമായിട്ട് ഇവരുടെ ജോലിയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരോ ഭൂപ്രദേശത്തിന്റെ കാര്യങ്ങളൊക്കെ ഇനി പക്കായിട്ട് ഡിജിറ്റൽ വൽക്കരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ജിയോ ടാഗിങ്ങും ബയോമെട്രിക് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വരികയാണ്. ഇതിന്റെ ഒരു ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗ്രാമീണ മേഖലയിലെ സുസ്ഥിരമായ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനും ഊന്നൽ നൽകും. കുറച്ചുകൂടിയും ഈ ഒരു പദ്ധതി ഒന്ന് റെഡിയാക്കാൻ എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. നിയന്ത്രിക്കാൻ നിലവിൽ വരുന്ന ഒരു പുതിയ സംവിധാനമുണ്ട്. നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു സംവിധാനം. നമുക്കറിയാം പഞ്ചായത്തുകളൊക്കെ ആയിരുന്നു ഇതിന്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ അല്ലെ. സെൻട്രൽ ഗ്രാമീൺ റോസ്ഗർ ഗ്യാരണ്ടി കൗൺസിൽ എന്നൊരു പുതിയ ബോഡി വരുന്നുണ്ട്. നോക്കൂ, VBG റാംജി ബില്ലിൽ പുതുതായി വന്ന ഒരു സംവിധാനം എന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗ്രാമീൺ റോസ്ഗർ ഗ്യാരണ്ടി കൗൺസിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി വ്യക്തവും ക്ലിയർ ആയിട്ട് ഞാൻ PDF-നകത്ത് കുറച്ചുകൂടി വായിക്കാൻ അധികം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട മേഖലകളും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, രസകരമായി ഇപ്പൊ ബയോമെട്രിക് പോലുള്ള AI സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കുറച്ചുകൂടി സുതാര്യത ഈ മേഖലയിൽ വരുന്നു. അതൊക്കെയാണ് ഈ പുതിയ തൊഴിലുറപ്പിന്റെ മാറ്റങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊഴിലുറപ്പിന്റെ മാറ്റങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ഇന്ത്യയില് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005 എന്ന് ഞാൻ പറഞ്ഞു.
ആ ഒരു നിയമം ഇന്ത്യയിൽ എന്നായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തത്? അത് എവിടെയായിരുന്നു? ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ, ഇത്ര നേരം ക്ലാസ് കണ്ടത് ബോറടിച്ചില്ല, ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി അറിയില്ല എങ്കിൽ അടുത്ത മറ്റൊരു ക്ലാസ്സിൽ തൊഴിലുറപ്പ് നമ്മൾ പ്രത്യേകം പഠിപ്പിക്കും, ആ സമയത്ത് പറയുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അടുത്ത പാർട്ട് 5 ഉടൻ തന്നെ വരും, അത് കാണുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.